എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഉൾട്ടാ പെണ്ണിനെയും ഷാങ്സിനെ ആയിരിക്കും കാണിക്കുക. അവർ രണ്ടുപേരും ഇപ്പോ ലൂഫിയെ കുറിച്ചായിരിക്കും സംസാരിക്കുക. ഉൾട്ടാ പെണ്ണാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ഇപ്പൊ ഷാങ്സിനോട് പറയും, നമ്മൾ കരുതും പോലെയല്ല, അവൻ ഭയങ്കര പവർഫുൾ ആണ്. വലിയ ക്ലിഫിന്റെ മുകളിൽ നിന്ന് അത്ര ചെറിയ പ്രായത്തിൽ താഴേക്ക് എടുത്തു ചാടി. മാത്രമല്ല അവൻ നല്ല സ്പീഡിൽ ഓടും. അവന് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെ കഴിഞ്ഞും ഒരുപാട് സ്ട്രെങ്ത് ഉണ്ടെന്ന് പറയും. അതിന് ഷാങ്സും അത് ശരിവെക്കും. അതെ, എനിക്കും അത് മനസ്സിലായി. ആ ബാറിലെ ലേഡി ആണെങ്കിൽ ഉൾട്ടാ പെണ്ണിനോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. നിങ്ങളാണ് ലൂഫിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അവൻ ഇത്രയും കാലവും ഒരുപാട് വിഷമത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുകയായിരുന്നു. ഇപ്പോ നിങ്ങൾ അവനോടൊപ്പം എത്തി. അതിനവള് പറയും, ഞാൻ ലൂഫിയെ പ്രൊട്ടക്ട് ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ അവനുമായിട്ട് അല്പസമയം സ്പെൻഡ് ചെയ്തു. ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്റെ ഫാദറായിട്ടുള്ള ഷാങ്സിനെയാണെന്ന് പറഞ്ഞ് അവൾ ടെററായിട്ട് നിൽക്കും. ഒരു നിമിഷം നമ്മുടെ ആള് ലൂഫി അവൻ അവിടേക്ക് പാഞ്ഞു വന്ന് സ്റ്റൈലായിട്ടൊരു പോസ് കൊടുക്കും. അതിനുശേഷം ഷാങ്സിനോട് പറയും, ഞാനും തീർച്ചയായിട്ടും ഇനി മുതൽ നിങ്ങളുടെ ടീമിലുണ്ട്, നിങ്ങളോടൊപ്പം ഞാൻ വരും. പക്ഷെ ഷാങ്സ് ആണെങ്കിൽ അത് മൈൻഡ് ചെയ്യില്ല. അതിന് ലൂഫി ആണെങ്കിൽ അവന്റെ തോളത്ത് കയറിയും കാലിൽ വീണ് ബെഗ് ചെയ്തും അവനോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഉടനെ ഓൾട്ട് പെണ്ണാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ പിടിച്ചു വലിക്കും. നീ വെറുതെ മാസ്റ്റർ ഷാങ്സിനെ ഇത്തരത്തിൽ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് പാടില്ല. ആദ്യം നിന്റെ ട്രെയിനിങ് അത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ലൂഫിയെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോവാണ്. അത് കണ്ട് ഷാങ്സ് ആണെങ്കിൽ ഇപ്പോൾ ഒൾട്ടയോട് വിളിച്ചു പറയും, ലൂഫിയെ അവനെ ശ്രദ്ധിക്കണം. അതിന് ലൂഫി പറയും, അയ്യോ അല്ല, ഞാനാണ് പെണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യണേന്നൊക്കെ പറഞ്ഞ് പതിയെ അവർ പുറത്തേക്ക് പോകും. ലൂഫി ഓൾട്ടി ആണെങ്കിൽ ഇപ്പൊ മത്സരം വെക്കും, ആരാണ് ആദ്യം ബീച്ചിലേക്ക് എത്തുക എന്ന്. അവർ രണ്ടുപേരും ഉഷാറായിട്ട് അങ്ങനെ ഓടാനായിട്ട് തുടങ്ങും. ഇവിടെ ഷാങ്സ് ലേഡിയോട് പറയും, ഞങ്ങളുടെ വെക്കേഷൻ അത് ഓൾമോസ്റ്റ് അവസാനിക്കാനായി, എത്രയും വേഗം ഞങ്ങൾ ഇവിടുന്ന് കടന്നു പോകും. കട്ട് ചെയ്ത ബീച്ചിലെത്തിയ നമ്മുടെ ആശാമാര് അവരാണെങ്കിൽ ചെറിയ രണ്ട് ബോട്ടുകൾ എടുത്ത് അങ്ങനെ സ്പീഡില് തുഴഞ്ഞു പോവാണ്. ആരാണ് അക്കരയ്ക്ക് ദൂരെ കാണുന്ന ആ ഒരു മലയിലേക്ക് ആരാണ് ആദ്യം എത്തുക എന്നതാണ് അവരുടെ മത്സരം. അവര് രണ്ടുപേരും വാശിയോടുകൂടെ സ്പീഡിൽ തുഴഞ്ഞ് ഓൾമോസ്റ്റ് അതിന്റെ തൊട്ടടുത്ത് എത്താനാവുമ്പോഴായിരിക്കും അതൊരു സീ മോൺസ്റ്റർ ആണെന്നുള്ള കാര്യം അവർ രണ്ടുപേരും മനസ്സിലാക്കുക. അവർ രണ്ടുപേരും ഓൺ ദ സ്പോട്ട് അങ്ങനെ ടേൺ ചെയ്ത് തിരികെ വരികയാണ്. ആ സീ മോൺസ്റ്റർ ആണെങ്കിൽ അവരെ ശ്രദ്ധിക്കില്ല. ലൂഫിക്കും ഓൾട്ടിക്കും നല്ല രീതിയിൽ ടെൻഷനാവും. അവരാണെങ്കിൽ നല്ല ഫാസ്റ്റില് അങ്ങനെ തിരികെ തുഴയും. അവരാണെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് തുഴഞ്ഞ് ഇപ്പൊ കരയിലേക്ക് വരും. അവൾ ദേഷ്യപ്പെട്ട് അവനോട് ചോദിക്കും, നിനക്ക് ഈ സീ മോൺസ്റ്ററിന്റെ കാര്യം നേരത്തെ അറിയാമായിരുന്നില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് നീ ആ കാര്യം എന്നോട് മുൻപേ പറഞ്ഞില്ല? അതിനവൻ പറയും, ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ അത് ഇത്രയും അടുത്ത് വരുമെന്ന് ഞാൻ കരുതിയില്ല. അവൾ വീണ്ടും ചോദിക്കും, നിന്റെ ആഗ്രഹം ഒരു പൈററ്റായി മാറണമെന്നല്ലേ? പൈററ്റ്സ് ഒരിക്കലും ഇങ്ങനെ പേടിച്ചോടാനായിട്ട് പാടില്ല. അതുമായിട്ട് ഫൈറ്റ് ചെയ്ത് അതിനെ തോൽപ്പിക്കണം. നിന്നെ പോലെ ഒരു പൈററ്റായി മാറാനല്ല ആഗ്രഹിക്കുന്നത്, ഒരു ഗ്രേറ്റ് മ്യൂസിഷ്യനായി മാറാനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. എനിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരല്പം അപമാനം തോന്നും. തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ സീ മോൺസ്റ്റേഴ്സിനെ എല്ലാത്തിനെയും ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കും. ഷാങ്സിനോടൊപ്പം പൈററ്റ് ജേർണി അത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് എണ്ണത്തിനെ ട്രെയിനിങ് ഒക്കെ എടുത്ത് ഞാൻ തല്ലിക്കൊല്ലൂന്നൊക്കെ പറഞ്ഞ് അവൻ ടെററായിട്ട് നിൽക്കും. ആണെങ്കിൽ ലൂഫിയോട് പറയും, എനിക്കൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ട്, നല്ലൊരു സിംഗറായി മാറണം. ഈ ലോകത്തെ മുഴുവൻ നന്മയിലേക്ക് എന്റെ പാട്ടിലൂടെ നയിക്കണം. അതാണ് എന്റെ ലക്ഷ്യം. കേട്ട് ലൂഫിയും വിട്ടുകൊടുക്കില്ല. എനിക്കും വലിയ ലക്ഷ്യമുണ്ട്. എനിക്ക് ഷാങ്സിനെ പോലെ ജീവിക്കണം. അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തും ഒരുപാട് ഫുഡൊക്കെ കഴിച്ചും കാഴ്ചകളൊക്കെ കണ്ട് എനിക്ക് ലൈഫ് അടിച്ചു പൊളിക്കണം. അത് കേട്ട് അവൾ പൊട്ടിച്ചിരിച്ച് അവർ രണ്ടുപേരും ഇപ്പൊ ഒരു വൈബിലേക്ക് കടന്നു വരികയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ദിവസങ്ങൾക്ക് ശേഷം ഷാങ്സ് ആണെങ്കിൽ അവിടുന്ന് പുറപ്പെടാൻ തയ്യാറെടുക്കുകയാണ്. അവന്റെ ടീംമേറ്റ്സുമായി അവർ കപ്പൽ അത് അറേഞ്ച് ചെയ്യാനായിട്ട് ആരംഭിക്കും. ലൂഫി ആണെങ്കിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ആ കപ്പലിൽ കയറി ഒളിച്ചിരിക്കും. പക്ഷെ ഷാങ്സ് കറക്റ്റ് ആയിട്ട് അവനെ കണ്ടുപിടിച്ച് തൂക്കി പുറത്തേക്ക് എടുക്കുകയാണ്. ലൂഫി കാലിൽ വീണ് കെഞ്ചും പെട്ട് നോക്കും, പൊട്ടിക്കരയും. പക്ഷെ ഷാങ്സ് ആണെങ്കിൽ സമ്മതിക്കില്ല. മാത്രമല്ല ഇപ്പോ ആ ആൾട്ടി പെണ്ണ് അവളും ലൂഫിയെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ണെങ്കിൽ കൺട്രോൾ പോവും. യു ആർ അൺബിലീവബിൾ, നീ എന്റെ കൂടെ നിന്ന് എന്നെ ചതിച്ചു അല്ലേ? അതിനവള് പറയും, ഷാങ്സ് എസ് എന്ന് പറഞ്ഞ എനിക്ക് എസ് ആണ്, എനിക്ക് ഓക്കെ ആണ്. ഷാങ്സ് നോ എന്ന് പറഞ്ഞ എനിക്ക് നോ തന്നെയാണെന്ന് പറഞ്ഞ് ലൂഫിയെ നോക്കി അവൾ കോക്കറി കാണിക്കും. ലൂഫിക്കാണെങ്കിൽ അവന്റെ കൺട്രോൾ പോവും. അവരാണെങ്കിൽ ലൂഫിയോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവിടുന്ന് കടന്നു പോവും. ഒരുപാട് വിഷമത്തിൽ ലൂഫി ആണെങ്കിൽ വീണ്ടും കുറെ ദിവസങ്ങൾ അവന്റെ വില്ലേജിൽ കഴിച്ചു കൂട്ടും. മാസങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇപ്പൊ ഷാങ്സിന്റെ കപ്പല് അവിടേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഇത്തവണ എങ്ങനെയെങ്കിലും ഷാങ്സിനെ കൺവിൻസ് ചെയ്ത് അവനും ഒപ്പം പോണെന്ന് അവന്റെ മനസ്സിൽ അവനൊരു പ്രതിജ്ഞ എടുക്കും. അതിനുശേഷം അവരോട് ഇതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അവൻ ഒന്നൊന്നായിട്ട് ചോദിക്കും. പക്ഷെ ആരും തന്നെ മറുപടി പറയാതെ അങ്ങനെ കടന്നു പോവാണ്. അവൻ ഷാങ്സിനോട് ചോദിക്കും. ആണെങ്കിൽ തല താഴ്ത്തി അങ്ങനെ നിൽക്കുകയാണ്. ഉൾട്ടാ പെണ്ണിനു വേണ്ടി
ലൂഫി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ അവള് മാത്രം കപ്പലിലില്ല. അതിന് ഷാങ്ക്സ് പറയും അവള് കപ്പൽ വിട്ടുപോയി വലിയൊരു സിംഗറായി മാറാൻ. ലൂഫിക്കാണെങ്കിൽ അത് കേട്ട് സഹിക്കില്ല. അവൻ അങ്ങനെ പൊട്ടിക്കരയും. കാരണം അവൾക്ക് ഒൾട്ട പെണ്ണിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ലൂഫി ആണെങ്കിൽ തീർത്തു പറയും എനിക്ക് നന്നായിട്ട് അറിയാം അവൾ ഒരിക്കലും നിങ്ങളെ വിട്ടു പോവില്ല. അവൾ മരണപ്പെട്ടു. നിങ്ങൾ ആ കാര്യം എന്നോട് പറയാൻ മടിക്കുകയാണെന്ന് പറഞ്ഞ് ഒരുപാട് വിഷമത്തിൽ ലൂഫി ആണെങ്കിൽ അവിടുന്ന് ഓടി ദൂരേക്ക് പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഒരു ന്യൂസ് എല്ലായിടത്തും സ്പ്രെഡ് ആവുകയാണ്. എലീജിയ എന്ന് പേരുള്ള ഒരു വില്ലേജ് അത് തകർന്നു. ഷാങ്ക്സ് ആൻഡ് ടീമാണ് അത് തകർത്തതെന്ന് പറഞ്ഞായിരിക്കും ന്യൂസ് സ്പ്രെഡ് ആവുക. സോറോയുടെ നാട്ടില് ആ ഒരു ന്യൂസ് അങ്ങനെ സ്പ്രെഡ് ആവും. സോറോയുടെ മാസ്റ്റർ ആളാണെങ്കിൽ ആ ന്യൂസ് കണ്ട് സന്തോഷിക്കുകയാണ്. ഉസോപ്പ് ആണെങ്കിൽ വില്ലേജില് ആ ന്യൂസ് വായിച്ചറിഞ്ഞ് അതെല്ലായിടത്തും അങ്ങനെ പറഞ്ഞു വിളിച്ചു പോവുകയും അവിടെ മുഴുവൻ ഓടി നടക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ ബൊറട്ടിയ റെസ്റ്റോറന്റ് കാണിക്കും. അവിടെയാണെങ്കിൽ സാഞ്ചി ആണെങ്കിൽ ക്ലീനിങ് ഒക്കെ നിർത്തിവെച്ച് നൈസായിട്ട് കുക്ക് ചെയ്യാണ്. അത് കണ്ട ഹെഡ് ഷെഫ് തലയ്ക്ക് ആഞ്ഞടിച്ച് ഇപ്പൊ ക്ലീൻ ചെയ്യാനുള്ള പ്ലേറ്റ്സ് അത് അവൻ എടുത്തു കൊടുക്കും. കപ്പലിലും ഇപ്പോൾ ഷാങ്ക്സ് നശിപ്പിച്ച ആ ഒരു വില്ലേജിനെ കുറിച്ചായിരിക്കും സംസാരിക്കുക. മറ്റൊരു ഭാഗത്ത് നാമിയുടെ വില്ലേജ്. നാമിയാണെങ്കിൽ എപ്പോഴത്തേതും പോലെ ബുക്കൊക്കെ അടിച്ചു മാറ്റി ഒരു ഭാഗത്തൂടെ കടന്നു വരികയാണ്. അതേസമയം അവളുടെ അമ്മയും മറ്റൊരാളും അവർ രണ്ടുപേരും ആ ഒരു വില്ലേജ് തകർത്ത ന്യൂസിനെ കുറിച്ചായിരിക്കും സംസാരിക്കുക. നേവി ഹെഡ്ക്വാർട്ടേഴ്സിൽ പോലും ആ ഒരു ന്യൂസ് എത്തും. ഇനിയും ഷാങ്ക്സിന് ഇങ്ങനെ വിടാനായിട്ട് കഴിയില്ല. അവൻ കാരണം ആ വില്ലേജ് ഇല്ലാതായി. അതുപോലെ തന്നെ ഒരുപാട് നിരപരാധികൾക്ക് അവരുടെ ജീവൻ നഷ്ടമായി. അവനെ എത്രയും വേഗം പിടിക്കണം. കട്ട് ചെയ്ത നമ്മുടെ ലൂഫിയെ കാണിക്കും. ഒരുപാട് വിഷമത്തില് ആരോട് സംസാരിക്കാതെ ഒരു ഭാഗത്ത് അങ്ങനെ മാറിയിരിക്കുകയാണ്. ഷാങ്ക്സിന്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ ഇപ്പൊ ലൂഫിയെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അതിന് ലൂഫി ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും നിങ്ങൾ എല്ലാവരെയും എന്റെ ഫാമിലിയെ പോലെയാണ് ഞാൻ കണ്ടത്. എന്നിട്ട് നിങ്ങൾ ആരും എന്നെ കണ്ട പാവം നടിച്ചില്ല. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾ എനിക്ക് ഉത്തരം നൽകിയില്ല. അതിനവൻ പറയും നിങ്ങളുടെ ക്യാപ്റ്റൻ ഷാങ്ക്സ് അവനും നിന്നോടൊന്നും തന്നെ സംസാരിച്ചില്ല. ക്യാപ്റ്റൻ സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ നിന്നോട് സംസാരിക്കും? ആ ഒരൊറ്റ കാരണത്താലാണ് ഞങ്ങൾ നിന്നോട് സംസാരിക്കാതിരുന്നത്. അത് കേട്ട് ലൂഫിക്കാണെങ്കിൽ കൺട്രോൾ പോയി ചാടി എഴുന്നേറ്റ് അവൻ ഒരുപാട് ചീത്തയൊക്കെ വിളിച്ച് അങ്ങനെ അവിടുന്ന് ഓടി ദൂരേക്ക് പോകും. ആണെങ്കിൽ ഓടി ഓടി ഇപ്പൊ ഉൾട്ടയും ലൂഫിയും അവർ രണ്ടുപേരും കയറിയ ആ ഒരു വലിയ മൗണ്ടൈന് മുൻപിൽ വരികയാണ്. അവനാണെങ്കിൽ ആ മൗണ്ടൈന്റെ മുകളിൽ കയറിയത് അവളുമായിട്ട് ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കും. അപ്പോഴായിരിക്കും രണ്ട് കള്ളന്മാര് പുറത്തേക്ക് ചാടി വരിക. അവരെ കാണുമ്പോൾ തന്നെ അവൻ പേടിച്ചു വിറയ്ക്കും. കാരണം ഉൾട്ടയും അവനും ചേർന്ന് ആ രണ്ട് കള്ളന്മാരെയും അറഞ്ചം പുറഞ്ചം തല്ലി ഓടിച്ചതാണ്. ഇപ്പോഴാണെങ്കിൽ ലൂഫിയുടെ കൂടെ ഉൾട്ടയില്ല. അവൻ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ ആ കള്ളന്മാർ രണ്ടുപേരും ചേർന്ന് അവനെ തൂക്കിയെടുത്ത് അറഞ്ചം പുറഞ്ചം അട്ടിക്കും. 1-2 മണിക്കൂറല്ല, സമയം സന്ധ്യ ആവുന്നത് വരെ അവനെ തല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. അവനെ തല്ലും തോറും ലൂഫിക്കാണെങ്കിൽ അവളുമായിട്ടുണ്ടായ ഹാപ്പി മൊമെന്റ്സും സ്പെൻഡ് ചെയ്ത ടൈമും ഒക്കെ ആയിരിക്കും ഓർമ്മ വരിക. ലൂഫി ആണെങ്കിൽ ഷാങ്ക്സിനോട് അവളെ കുറിച്ച് ചോദിച്ചു. അതിനവൻ പറഞ്ഞത് പാട്ട് പഠിക്കാനായി കപ്പൽ വിട്ട് അവൾ പോയി എന്നാണ്. അവൾ ഒരിക്കലും അങ്ങനെ പോവില്ല. കാരണം അവൾക്ക് ഷാങ്ക്സിനെ ഒരുപാട് ഇഷ്ടമാണ്. അവളുടെ അച്ഛനായിട്ടാണ് അവൾ ഷാങ്ക്സിനെ കാണുന്നത്. ഷാങ്ക്സിന്റെ കൂടെ ഉണ്ടായിരുന്ന സോൾജേഴ്സ് ആരും ഒരു കാര്യവും അവനോട് സംസാരിച്ചിട്ടുമില്ല. അതിനർത്ഥം അവൾ മരണപ്പെട്ടു. അത് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ അവർ പഞ്ച് ചെയ്യുമ്പോഴും ആ വേദനയിൽ കരയാതെ അവൾ നഷ്ടപ്പെട്ടു പോയ വേദനയിൽ പൊട്ടിക്കരയാണ്. അടുത്ത നിമിഷം ഷാങ്ക്സിന്റെ അസിസ്റ്റന്റ് അവൻ അവിടേക്ക് വന്ന് ആ ഒരു 2 കള്ളന്മാരെ മിരട്ടി ഓടിക്കും. അവനെ കാണേണ്ട താമസം കള്ളന്മാര് 100-110 ഓടും. ആണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ലൂഫിയെ അങ്ങനെ ഉയർത്തിയെടുക്കുകയാണ്. അവനാണെങ്കിൽ കരഞ്ഞുകൊണ്ട് എനിക്ക് സ്ട്രോങ് ആവണം, ഷാങ്ക്സിന്റെ ടീമിൽ ചേരണമെന്ന് പറയും. അസിസ്റ്റന്റ് ആളെ കൊണ്ടാവും പോലെ അവനെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ലൂഫി ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പൊ ഷാങ്ക്സിന്റെ ടീമിന്റെ അടുത്തേക്ക് വരും. അവനാണെങ്കിൽ വീണ്ടും ഷാങ്ക്സിനോട് ചോദിക്കും നിങ്ങൾക്ക് ഇത്തവണയെങ്കിലും എന്നെ ചേർത്ത് ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട് കഴിയോ? ഷാങ്ക്സ് ആണെങ്കിൽ തീർത്തു പറയും ഇല്ല, നീ ഓൾറെഡി എന്നോട് വഴക്കിട്ട് പോയതല്ലേ, സോ ഇനി നീ ആ കാര്യം എന്നോട് ചോദിക്കാനായിട്ട് പാടില്ല. ലൂഫി ആണെങ്കിൽ വീണ്ടും അവനോട് റിക്വസ്റ്റ് ചെയ്യും ഇനി ഓൾട്ടയെ കുറിച്ചുള്ള കാര്യം ഞാൻ ചോദിക്കില്ല, ദയവ് ചെയ്ത് എന്നെ നിന്റെ ടീമിൽ ചേർക്കണം. ലൂഫി അങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ അവനൊരല്പം മെച്ചുവർ ആയെന്ന് ഷാങ്ക്സിന് തോന്നും. അവിടെയുള്ളവരാണെങ്കിൽ ലൂഫിക്ക് കഴിക്കാനായിട്ട് ഇപ്പൊ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കും. ഷാങ്ക്സ് ആണെങ്കിൽ അവനെ ചെറുതായിട്ട് കളിപ്പിച്ച് വെറുപ്പിക്കുകയാണ്. കട്ട് ചെയ്ത മറി ജോയ്സ് കാണിക്കും. ഇവിടെയുള്ള ചീഫുകളാണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ പരസ്പരം സംസാരിക്കുകയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ ഷാങ്ക്സിനെ കുറിച്ചായിരിക്കും കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുക. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ലൂഫിയുടെ കപ്പലിൽ ഒരു ന്യൂസ് പേപ്പർ വരികയാണ്. അതിൽ ഉൾട്ട പെണ്ണിന്റെ ഒരു സോങ് പെർഫോമൻസിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത് കേട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഉൾട്ട പെണ്ണിനെ കാണിക്കും. അവളാണെങ്കിൽ എരിജിയ എന്ന് പേരുള്ള ആ ഐലാൻഡിലാണ്. അവൾ അവളുടെ സോങ് ലോകത്ത് ഒരു പുതിയ നല്ല മെസ്സേജ് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഷാങ്ക്സിനെ കാണിക്കും. അവനാണെങ്കിൽ വെറിയോട് കൂടെ അങ്ങനെ ആർക്കോ വേണ്ടി കാത്തിരിക്കുന്നതോട് കൂടെ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.